ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള വളരെ രുചികരമായ ഏത്തപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 3 ഏത്തപ്പഴം, ഒരു മീഡിയം സൈസിലുള്ള 3 ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് വേകാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഏത്തപ്പഴം വെന്തോന്ന് നോക്കാം. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് ഏത്തപ്പഴത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് ചേർത്തിളക്കി ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി പുളിശ്ശേരിയിലേക്ക് വേണ്ട തൈര് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറവിട്ട ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.